ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ പഞ്ചവത്സര പദ്ധതിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വിജയത്തിന്റെ ചവിട്ടുപടിയായി സ്റ്റെപ്പ് 2 സക്സസുമായി ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്ന്. സോവിയറ്റ് യൂണിയനിൽ പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ ആണ്. വർഷമേതാ? 1928. ബർദോളി സത്യാഗ്രഹം നടന്ന സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ അതെ 1928 ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാടാ? എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ എന്ന് അറിയപ്പെടുന്നത്. ദേശീയ എഞ്ചിനീയറിംഗ് ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 15. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യയാണ്. ആധുനിക മൈസൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാ? എം വിശ്വേശ്വരയ്യയാണ്. ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിന് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ NDC ആണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇടയ്ക്ക് ഞാൻ ആസൂത്രണ കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോൾ നീതി ആയോഗ് കണക്ട് ചെയ്ത ചിലരെങ്കിലും കാണുമല്ലേ? നീതി ആയോഗ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ NDC ആണ്. NDC എന്നാ നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6 1952 ഓഗസ്റ്റ് 6 ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി ആസ്ഥാനമായി 1952 ഓഗസ്റ്റ് 6 ന്യൂഡൽഹിയിൽ എന്ത് നിലവിൽ വന്നതടാ? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വരുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഓഗസ്റ്റ് 6 ഇവിടെ പറഞ്ഞപ്പോൾ ഓഗസ്റ്റ് 7 എന്തുവാ പ്രത്യേകത? ഓഗസ്റ്റ് 7 അല്ലേ കൈത്തറി ദിനം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജാവലിൻ ത്രോ ദിനം എന്നറിയപ്പെടുന്നത്. നീരജ് ചോപ്ര ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ജാവലിൻ ത്രോ ദിനം എന്നറിയപ്പെടുന്നതും ഓഗസ്റ്റ് 7 ഇവിടെ പറഞ്ഞത് ഓഗസ്റ്റ് 6. ഓക്കെ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നതിന് മുമ്പ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വരുന്നതിന് മുമ്പ്, പഞ്ചവത്സര പദ്ധതികൾ തന്നെ നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഏത് വർഷത്തിലാണ്? 1938 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്. ഇത്തരത്തിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നിലവിൽ വരാൻ നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് എവിടെയാണ്? അത് ഒഡീഷയിലെ കട്ടക്കിലാണല്ലേ? ഒഡീഷയിലെ കട്ടക്കിലാണ്. എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത എയർപോർട്ടിന്റെ മറ്റൊരു പേരാണ് ഡംഡം എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ കട്ടക്ക് ഒഡീഷയിലെ കട്ടക്കിലാണല്ലേ? ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്ര ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെ? കട്ടക്കാണ്. അപ്പോൾ കട്ടക്കിൽ അല്ലെങ്കിൽ ഒഡീഷയിൽ തന്നെയാണ് ബരാമതി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കട്ടക്ക് സ്ഥിതി ചെയ്യുന്ന ഏത് നദീ തീരത്താണ്? മഹാനദിയുടെ തീരത്താണ്. ഓക്കെ, യെസ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1938. ഈ കമ്മിറ്റി നിലവിൽ വരാൻ അല്ലെങ്കിൽ അത് രൂപം കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ആളാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. NCയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? ആണ്. ഓക്കെ, യെസ്. എന്നാൽ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് നെഹ്റു ആണ്. നേതൃത്വം നൽകുന്നത്, രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. അല്ലെ? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യപ്രമേയങ്ങൾ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അല്ലെ? ഓക്കെ, യെസ്. 5 ഇയർ പ്ലാനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പ്രീവിയസ് ചോദ്യമാണല്ലേ? ഒരുപക്ഷെ ഇതിൽ കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് സമത്വം കാണുമ്പോൾ ആ 5 ഇയർ പ്ലാനിന്റെ അങ്ങനൊരു ഉദ്ദേശം കൂടെ ഉണ്ടോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാം. നോക്കാം. 5 ഇയർ പ്ലാനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ്. ഒന്നുകൂടെ പറഞ്ഞേ. സാമ്പത്തികമായ വളർച്ച,
അതുപോലെ തന്നെ ആധുനികവൽക്കരണം, ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ആധുനികവൽക്കരണം കൂടെ ഇല്ല എന്ന് വെച്ചാൽ ആധുനികവൽക്കരണം ഉണ്ട്, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ്. അപ്പൊ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഒന്ന് കൂടെ ഒന്ന് പഠിച്ചു പോയി എന്തൊക്കെയാ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഇവയിലൂടെ എന്താണ്? ഇന്ത്യയെ ക്ഷേമ ഐശ്വര്യങ്ങളുള്ള നല്ല രാജ്യമാക്കി മാറ്റുക എന്നതാണ് 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതികളെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നേ. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ. ഓക്കെ, അത് ആശയം സോവിയറ്റ് യൂണിയനിൽ നിന്നാണെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയതാരാ? ജോസഫ് സ്റ്റാലിനാണ്. വർഷം ഏതാ? 1928. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആധുനിക മൈസൂറിന്റെ ശില്പി, മൈസൂർ അല്ലേ ഇന്ത്യയുടെ ചന്ദന നഗരം അല്ലെ? ചന്ദന നഗരം എന്നറിയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ ചന്ദനക്കാടുകൾ എവിടെയാ കാണപ്പെടുന്നത്? അത് മറയൂർ ആണ് അല്ലെ? മറയൂർ ശർക്കരയുടെ പ്രത്യേകത എന്താ? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് നേടിയ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര, കിഡിലൻ ശർക്കര. ഓക്കെ, അപ്പൊ എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായി സെപ്റ്റംബർ 15 ദേശീയ എഞ്ചിനീയറിംഗ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6. ഇതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ഈ ന്യൂഡൽഹിയിലല്ലേ ഓപ്പറേഷൻ അഭ്യാസ് നടന്നത്? എന്താണ് ഓപ്പറേഷൻ അഭ്യാസ്? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ഒരു മോക്ക് ഡ്രില്ലാണ്. ഡിഫെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ട്, ജനങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു മോക്ക് ഡ്രില്ലാണ് ഓപ്പറേഷൻ അഭ്യാസ് എന്ന് പറയുന്നത്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നതാകട്ടെ 1938 നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നെഹ്റു ആയിരുന്നു. 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യങ്ങൾ, പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഒന്നുകൂടെ പറയാം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇനി നേരെ ചാടി 1-ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക്. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951-56. 1951-1956. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ നെഹ്റു ആണ്, നമുക്കറിയാം. അത് മാത്രമല്ല 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും നെഹ്റു ആണ്. പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ഒരുപക്ഷെ നമുക്ക് പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് അറിയാം. പ്രമേയം ഇനി വേറെ ആരെങ്കിലും അവതരിപ്പിച്ചോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് നെഹ്റു തന്നെയാണ്. ഏപ്രിൽ 1 പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 1951 ഏപ്രിൽ 1. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1. സോ കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. കൃഷി, ജലസേചനം എന്നിവയ്ക്കാണിത് ഊന്നൽ നൽകിയത് അറിയാം. അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്ന് ഇത് അറിയപ്പെടുന്നു. കൃഷി, ജലസേചനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് അറിയപ്പെടുന്നു. 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം എഴുതി തയ്യാറാക്കിയത് KN രാജാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം എഴുതി തയ്യാറാക്കിയ KN രാജ് ഒരു മലയാളിയാണ് എന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലായിടങ്ങളിലും ഒരു മലയാളിയുടെ കയ്യൊപ്പ് ഉണ്ട് എന്നതാണ് സത്യം. ഓക്കെ, അപ്പോൾ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. അല്ലെ, ആമുഖം തയ്യാറാക്കിയ മലയാളി ആര് എന്ന് ചോദിച്ചാൽ KN രാജ. അദ്ദേഹം അഭിപ്രായപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ ഒന്ന് കോട്ട് ചെയ്യുന്നു. SCERT ടെക്സ്റ്റിലുള്ളതാണ്. ഇന്ത്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണം. ദ്രുതഗതിയിലുള്ള വികസനം ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകടത്തിലാക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിക്കട്ടെ. ഇന്ത്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണം. ദ്രുതഗതിയിലുള്ള വികസനം ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകടത്തിലാക്കും. ഓർത്തു വെച്ചോ, ഇന്ത്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണം. ദ്രുതഗതിയിലുള്ള വികസനം ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകടത്തിലാക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? KN രാജാണ്. ഇദ്ദേഹമാണ് 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം എഴുതി തയ്യാറാക്കിയത്. 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം എഴുതി തയ്യാറാക്കിയ KN രാജിന്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: ഇന്ത്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണം. ദ്രുതഗതിയിലുള്ള വികസനം ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകടത്തിലാക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കൂ, എപ്പോഴും ആരംഭിക്കുന്ന 1951 മുതൽ 56 വരെ പ്രമേയം അവതരിപ്പിച്ച നെഹ്റുവാണ്. കൃഷിക്കും ജലസേചനത്തിനും പ്രാധാന്യം നൽകി കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. അതുപോലെ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഇനി പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് പറയുന്നു.
1952 ഒക്ടോബർ 2 CDP അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നു. അപ്പോൾ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു മേഖലയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ചോദിക്കാം CDP നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്, അതുമല്ലെങ്കിൽ ചോദിക്കാം CDP നിലവിൽ വന്നത് എന്നാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2. 1952 ഒക്ടോബർ 2 CDP. അതുപോലെ ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ തന്നെയാണ് കുടുംബാസൂത്രണത്തിന് തുടക്കം കുറിക്കുന്നത്. കുടുംബാസൂത്രണം തുടക്കം കുറിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ. 1953 ഡിസംബർ 28 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC നിലവിൽ വന്നു. UGC കമ്മീഷൻ ഏതാ? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് അല്ലെ. അപ്പോൾ 1953 ഡിസംബർ 28 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വരുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. കൃഷിയും ജലസേചനവും മാത്രമല്ലേ, ഇച്ചിരി വേറെ കാര്യങ്ങളും കൂടെ ഉണ്ട്. 1952 ഒക്ടോബർ 2 CDP, പിന്നെ അതുപോലെ തന്നെ കുടുംബാസൂത്രണം, 53 ഡിസംബർ 28 UGC ഒക്കെ വരുന്നത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഏതാന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ ഇന്ത്യയിൽ 5 IITകൾക്ക് തുടക്കം കുറിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് 5 IITകൾക്ക് തുടക്കം കുറിച്ച്. ഒന്നുകൂടെ പറയാമല്ലോ, CDP, കുടുംബാസൂത്രണം, UGC, തോട്ടപ്പള്ളി സ്പിൽവേ, 5 IITകൾ. അതുപോലെ നോക്കി, ഭക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണവും നടക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഭക്രാനങ്കൽ, ഹിരാക്കുഡ്. ഭക്രാനങ്കൽ എവിടെയാ? പഞ്ചാബിലാണ്, സത്ലജ് നദിയിലാണ്. ഭക്രാനങ്കൽ സത്ലജ് നദിയിലാണ്, പഞ്ചാബിലാണ്. ഹിരാക്കുഡ് എവിടെയാ? മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. മഹാനദി, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാ? അത് ദാമോദർ നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ബ്രഹ്മപുത്ര എവിടത്തെ ദുഃഖമാ? അസ്സാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഭക്രാനങ്കൽ, ഹിരാക്കുഡ്. ഭക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഹിരാക്കുഡ് എവിടെയാ? മഹാനദിയിലാണ്, അത് ഒഡീഷയിലാണ്. ഓക്കെ. ഭക്രാനങ്കലിന്റെ ഉദ്ഘാടന വേളയിൽ നെഹ്റു ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: അണക്കെട്ടുകൾ ഇന്ത്യയിൽ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ. അണക്കെട്ടുകൾ ഇന്ത്യയിൽ വികസനത്തിന് മഹാക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ നെഹ്റുവാണ്. ഏത് അണക്കെട്ടിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്? അത് ഭക്രാനങ്കലിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നെഹ്റു പറഞ്ഞതാണ് അണക്കെട്ടുകൾ ഇന്ത്യയിൽ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ. അപ്പൊ എന്താണ് ഇന്ത്യയിൽ വികസനത്തിന് മഹാക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു അഭിപ്രായപ്പെട്ടത്? അണക്കെട്ടുകളെയാണ്. ഏതിന്റെ ഉദ്ഘാടന വേളയിലാണ്? ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ്. ഒന്നുകൂടെ, 1952 ഒക്ടോബർ 2 CDP, കുടുംബാസൂത്രണം, അതുപോലെ തന്നെ UGC, തോട്ടപ്പള്ളി സ്പിൽവേ, 5 IITകൾ, ഹിരാക്കുഡ്, ഭക്രാനങ്കൽ അണക്കെട്ടുകൾ എന്നിവയൊക്കെ നിലവിൽ വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. നോക്കിയേ, അത് ലക്ഷ്യമിട്ടത് 2.1% വളർച്ചാ നിരക്കാണ്. ലക്ഷ്യമിട്ടത് 2.1% ആയിരുന്നു. പക്ഷേ നോക്കി എത്ര നേട്ടം കൈവരിച്ചു? 3.6%. കൃത്യമായിട്ട് ഈ കണക്ക് ഓർത്തിരിക്കണം, ഉറപ്പായിട്ടും ഓർത്തിരിക്കണം. എല്ലാ പഞ്ചവത്സര പദ്ധതിയിലും ലക്ഷ്യമിടുന്നത് എത്രയാണ് അവന്റെ വളർച്ചാ നിരക്ക്, അതുപോലെ തന്നെ അത് കൈവരിക്കുന്നത് ഏതാണെന്ന് ഉറപ്പായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ലക്ഷ്യമിട്ടത് 2.1%, നേടിയതാകട്ടെ 3.6%. എന്നാൽ ഇവിടെ ചില ഇത് പഞ്ചവത്സര പദ്ധതി ടോട്ടലി ഒരു വിജയമായിരുന്നുവെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തും സുസ്ഥിര വികസനത്തിന്റെ രംഗത്തും ഒരു പരാജയമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. പദ്ധതിയുടെ ആ ഒരു ആസ്പെക്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, ആ ഒരു തരത്തിലൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയം തന്നെയായിരുന്നു. കാരണം 2.1% ആയിരുന്നു ഇതിന്റെ വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്നത്. ലഭ്യമായത് എത്രയാണെന്ന് ചോദിച്ചാൽ 3.6 ആണ്. യെസ്, ഓക്കെ. ഒന്നുകൂടെ പറയാം. അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം USSRൽ നിന്നാണ്. ഓക്കെ. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഏതാ? കൂടെ പഠിച്ചു പോടാ. ഒരൊറ്റ പഞ്ചവത്സര പദ്ധതി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഓരോന്നും 12 പഞ്ചവത്സര പദ്ധതികളല്ലേ നമുക്കുള്ള, 1 മുതൽ 12 വരെ. ബാക്കി 1 അല്ലെങ്കിൽ 1-2 പഞ്ചവത്സര പദ്ധതികൾ മാത്രമാക്കി ചെറിയ സെറ്റാക്കി നമുക്ക് പോകും. ഒത്തിരി ഒരേ വീഡിയോ തന്നെ ഒരുമിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ അതുകൊണ്ട് ഇന്നത്തെ
വീഡിയോ നമ്മൾ ഈ ഒരു പഞ്ചവത്സര പദ്ധതി മാത്രമേ പറയുന്നുള്ളൂ. 1951, 56 കാലഘട്ടമാണ്. പ്രമേയം അവതരിപ്പിച്ച നെഹ്റുവാണ്. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ നെഹ്റുവാണ്. കൃഷി, ജലസേചനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. കൂടെ ഒന്ന് പറഞ്ഞു വരാമല്ലോ. ഓക്കെ, ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. അദ്ദേഹമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട ഇന്ത്യ 2 ദശകങ്ങളിൽ സാവധാനത്തിൽ മുന്നേറണം. ദ്രുതഗതിയിലുള്ള വികസനം ഇന്ത്യൻ ജനാധിപത്യത്തെ എന്താക്കും, അപകടത്തിലാക്കുമെന്ന് പറഞ്ഞു. 52 ഒക്ടോബർ 2 CDP, കുടുംബാസൂത്രണം. 53 ഡിസംബർ 28 UGC, തോട്ടപ്പള്ളി സ്പിൽവേ, ഇന്ത്യയിലാകെ 5 IIT-കൾ, ഭക്രാനങ്കൽ, ഹിരാക്കുഡ് അണക്കെട്ടുകൾ. ഇതൊക്കെ വരുന്നത് എപ്പോഴാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പൊ നോക്കാം, ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചതാകട്ടെ 3.6%. ഓക്കെ അല്ലേ? അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ആമുഖം, 1-ാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ പഞ്ചവത്സര പദ്ധതി. ഇനിയും മറ്റു ടോപ്പിക്കുകൾ ആവശ്യമുള്ളത് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് എന്ന് കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ടോപ്പിക്കുകളുമായി നമ്മൾ ഉറപ്പായിട്ടും വളരെ വൈകാതെ തന്നെ വീഡിയോയിൽ വരും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ജോലി കൂടിയേ തീരൂ. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ടേക്ക് കെയർ.